ഹലോ, ഒരു ബർത്ത്ഡേ സർപ്രൈസ് ആയാലോ? ജനുവരി 16-നായിരുന്നു ഇപ്പോൾ സച്ചുവിൻ്റെ പിറന്നാൾ. അന്ന് എനിക്ക് യൂട്യൂബ് ഒന്നും ഇല്ലാത്തതിനെ കൊണ്ട് ഞാൻ ഈ വീഡിയോ എവിടെയും പോസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടില്ലേനു. ഇപ്പം നമുക്കൊരു യൂട്യൂബ് ചാനലൊക്കെ ആയ സ്ഥിതിക്ക് ഈ വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്താലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാനിപ്പോൾ ഈ വീഡിയോ ഇവിടെ ഇടണേ. സച്ചുവിൻ്റെ 29ാമത്തെ പിറന്നാളേനു. അതുകൊണ്ട് ഞാനൊരു വെറൈറ്റിക്ക് 29 ഗിഫ്റ്റ് അങ്ങോട്ട് കൊടുത്ത്. ആള് വണ്ടിയിൽ നിന്ന് വീണിട്ട് കാലിന് പരിക്ക് പറ്റിയിരിക്കുന്ന സമയം കേട്ടോ. കാണിക്കുന്നത് ഇച്ചിരി ക്രൂരതയാണെങ്കിലും ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഒരു കൊല്ലത്തിൽ ഒരിക്കലും നടക്കണല്ലേ. ഇനിയിപ്പോൾ ഞാൻ ഇങ്ങനത്തെ സർപ്രൈസ് കൊടുത്തിട്ടില്ല എന്ന് തന്നെ ഇരിക്കുക. അപ്പം പിന്നെ ഇച്ചിരി ഒന്ന് സഹിച്ചാട്ടെ എന്ന് വിചാരിച്ചു. ഓരോ ഗിഫ്റ്റ് എടുക്കുമ്പോഴും അടുത്ത ഗിഫ്റ്റ് അവിടെ, അടുത്ത ഗിഫ്റ്റ് ഇവിടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ലെറ്റർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈപ്പിലാണ് കേട്ടോ ഈ ഒരു സർപ്രൈസ് ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നേ. സംഭവം ഞാൻ ഇച്ചിരി കഷ്ടപ്പെട്ടെങ്കിലും ഓരോ ഗിഫ്റ്റ് എടുക്കുമ്പോൾ സമയത്തും സച്ചുവിൻ്റെ മുഖത്തുണ്ടാകുന്ന ആ ഒരു എക്സൈറ്റ്മെൻറ്റും സന്തോഷമൊക്കെ കണ്ടപ്പോൾ തന്നെ ഞാൻ ഈ ചെയ്തത് ഏറ്റവും നല്ലൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നി കേട്ടോ. എനിക്കറിയില്ല, ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴൊക്കെ എൻ്റെ മുഖത്തൊരു ചിരി വരുന്നുണ്ടായിരുന്നു. ചിലപ്പോൾ ആ ഒരു സമയത്തുണ്ടായിരുന്ന ആ ഒരു സന്തോഷം ഇപ്പോഴും എനിക്കത് ഫീൽ ചെയ്യാൻ പറ്റുന്നതിനെ കൊണ്ടായിരിക്കാം ബാക്കിൽ നിൽക്കുന്ന അമ്മമാരുടെ മുഖത്തും ആ ഒരു സന്തോഷം എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. സച്ചുവിൻ്റെ പിറന്നാളിൻ്റെ സമയത്ത് ഞാൻ എൻ്റെ വീട്ടിലേനു. അതുകൊണ്ടാണ് എനിക്ക് കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഈസി ആയത്. സാധനങ്ങൾ പാക്ക് ചെയ്യാനോ അത് ഓരോ സ്ഥലത്ത് ഒളിപ്പിച്ച് വെക്കാനോ ഒക്കെ എനിക്ക് പറ്റിയത് എൻ്റെ വീട്ടിലായത് കാരണം കേട്ടോ. ആളും എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കിട്ടുമെന്ന് വിചാരിച്ചിട്ടുണ്ടേനു. എന്തായാലും ഞാനൊരു ഗിഫ്റ്റ് കൊടുക്കും, അതൊക്കെ അറിയാം. പക്ഷെ ഇതൊന്നും തീരെ ആൾ വിചാരിച്ചിട്ടില്ല കേട്ടോ. സാധനങ്ങളൊക്കെ വാങ്ങാൻ അമ്മയും കൂടെ വന്നിട്ടുണ്ടെങ്കിലും ഞാൻ എന്താ ഉദ്ദേശിക്കുന്നതെന്നുള്ളത് അമ്മക്ക് അറിയില്ലേനു കേട്ടോ. അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം ഈ ലെറ്ററൊക്കെ വായിച്ചിട്ട് ആ ഗിഫ്റ്റ് എടുക്കാൻ വേണ്ടി പോകുന്ന സമയത്തുണ്ടല്ലോ, അമ്മക്കും അതൊരു പുതിയൊരു സംഭവം വരും. അമ്മ ഇതെന്താ കഥ? ഒരു വർക്കിംഗ് ഡേയിലായിരുന്നു കേട്ടോ സച്ചുവിൻ്റെ ബർത്ത്ഡേ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പണിക്ക് പോകുന്ന വഴിക്ക് വീട്ടിലൊന്ന് കയറാൻ ഞാൻ പറഞ്ഞതാണ്. എൻ്റെ സച്ചുവിൻ്റെ വീട് 2 സ്റ്റോപ്പ് വ്യത്യാസമേ ഉള്ളൂ കേട്ടോ. കൂട്ടത്തിൽ അമ്മേനെയും കൂടി കൂട്ടാൻ പറഞ്ഞു. അമ്മ വിചാരിച്ചത് വെറുതെ കേക്ക് മുറിക്കാൻ കൂട്ടിക്കൊണ്ടുപോകുമെന്ന. ഇങ്ങനൊരു സർപ്രൈസ് ഉള്ള കാര്യം അമ്മക്കും അറിയില്ലായിരുന്നു. ഇവിടെ എത്തിയിട്ട് ഈ കോപ്രായങ്ങളൊക്കെ കണ്ടപ്പോൾ അമ്മയും വിചാരിച്ചു ഇതെന്താ കഥ. പിന്നെ അമ്മക്ക് എക്സൈറ്റ്മെന്റ് ആയിരുന്നു. അമ്മ നോക്കി ഇത് കഴിഞ്ഞില്ലേ, ഇനിയും ഉണ്ടോ പറഞ്ഞിട്ട് ഓരോ ഗിഫ്റ്റ് എടുക്കാൻ അമ്മക്കും ഭയങ്കര ത്വരയായിരുന്നു. മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറി ചെന്നിട്ട് നമ്മൾ ചില സർപ്രൈസ് കൊടുക്കുമ്പോൾ അവരുടെ കണ്ണിലുണ്ടാവുന്ന ആ പ്രകാശം ഉണ്ടല്ലോ, അതിൻ്റെ ഒരു റെസ്റ്റോറൻറ്റിലൊക്കെയാണ് നമ്മളിങ്ങനെ ജീവിച്ചു പോകുന്നത്. ഇത് ഞാൻ പറഞ്ഞതല്ല, ചാർലി സിനിമയിൽ നമ്മൾ DQ പറഞ്ഞതാ. പക്ഷെ ഈ ഒരു സന്ദർഭത്തിൽ ഇതിലും നല്ല ഡയലോഗ് പറയാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലും നല്ല സർപ്രൈസ് കൊടുത്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ബോക്സിൽ പറയട്ടോ. ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലൊക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ഇടിച്ചു കയറി അങ്ങോട്ട് ചെന്നിട്ട് ഒരു സർപ്രൈസ് ഒക്കെ കൊടുക്കാൻ വിചാരിക്കുക. അല്ലാത്ത ആളുകളൊക്കെ എന്താ ചെയ്യുക, വീടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് ഒരു കേക്ക് മുറിച്ച് ഒരു സർപ്രൈസ് കൊടുക്കും. ഇതല്ലാതെ വേറെ എന്ത് സർപ്രൈസ് ആയിരിക്കും നമ്മൾ കൊടുക്കുക? എന്തെങ്കിലും ഐഡിയ ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പറയട്ടോ. വേറെ ആൾക്കാർക്കും കൂടി ഒരു ഉപകാരമാവുമല്ലോ. എന്തായാലും ഞാൻ അത്രയും ആഗ്രഹിച്ച് കൊടുത്ത സർപ്രൈസ് സച്ചുവിന് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നിനക്കൊക്കെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ പറയട്ടോ. ടാറ്റാ.